ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ മെറിറ്റ്സും അതിൻ്റെ ലിമിറ്റേഷൻസുമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്, അതായത് പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉള്ള ഗുണമായിട്ട് എന്താണ് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ എന്നാണ് പറയുന്നത്. ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫോർമേറ്റ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും, അതായത് എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കുകയോ എപ്പോൾ വേണമെങ്കിലും നിർത്തുകയോ ചെയ്യാമെന്നാണ് ഫസ്റ്റ് മെറിറ്റായിട്ട് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons to do business. The registration of a partnership firm is not compulsory. Thus, the formation and closure of partnership firm is easy as it does not involve much legal formalities. എന്താ പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ, അതായത് 2 or more persons ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ അതിൻ്റെ രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങളും എന്ന് പറയുന്നത് ഒരിക്കലും കമ്പൽസറി അല്ല. അതിന് വലിയ ലീഗൽ ഫോർമാലിറ്റീസും ഇതിനകത്ത് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഈ പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കുകയും പാർട്ട്ണർഷിപ്പിൽ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് അവിടെ അവസാനിപ്പിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യാം. അതാണ് ഫസ്റ്റ് മെറിറ്റായിട്ട് പറയുന്നത്. പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഗുണമായിട്ട് പറയുന്നത് എന്താണ്? ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷറാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇൻ പാർട്ട്ണർഷിപ്പ് ദ വർക്ക് ഈസ് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് പാർട്ട്നേഴ്സ്. ദ ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ് ടു സ്പെഷ്യലൈസേഷൻ വിച്ച് ഹെൽപ്സ് ദ പാർട്ട്നേഴ്സ് ഇൻ ടേക്കിംഗ് ബാലൻസ്ഡ് ഡിസിഷൻ ഇൻ ദ ഫേം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണെന്നാണ് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിലാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് നോക്കണേ കേട്ടോ. പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച് ഡിവൈഡിങ് സ്കില്ല് പാർട്ട്നേഴ്സിന് പല പാർട്ട്നേഴ്സ്, അതിപ്പോൾ ഒരാളാണെങ്കിൽ 2 പേരാണെങ്കിൽ 2 പേർക്കും 2 ക്വാളിറ്റീസും 2 സ്കില്ലും ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പലതരത്തിലുള്ള സ്കില്ലുകളായിരിക്കും പല പാർട്ട്നേഴ്സിനും ഉണ്ടാവുക. അപ്പോൾ ആ വർക്ക്, അതായത് പാർട്ട്ണർഷിപ്പിലുള്ള വർക്കുകളെ ആ പാർട്ട്നേഴ്സിൻ്റെ സ്കില്ലനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഡിവിഷൻ ഓഫ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഡിവിഷൻ ഓഫ് വർക്ക് എന്തിലേക്ക് ലീഡ് ചെയ്യും? സ്പെഷ്യലൈസേഷനിലേക്ക് ലീഡ് ചെയ്യും. സ്പെഷ്യലൈസേഷനിലേക്ക് വിച്ച് ഹെൽപ്പ് ദ പാർട്ട്നേഴ്സ് ടേക്കിംഗ് ബാലൻസ്ഡ് ഡിസിഷൻ ഇൻ ദ ഫേം. അത് സ്പെഷ്യലൈസേഷൻ, അതായത് പറഞ്ഞിരിക്കുന്നത്? ഓരോ പാർട്ട്നേഴ്സിനും അവരുടെ സ്കില്ലനുസരിച്ച് വർക്കുകളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സും അവരവരുടെ സ്കില്ലനുസരിച്ച് അവരുടെ മാക്സിമം അവർ ചെയ്യുമല്ലോ. അത് നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പാർട്ട്നേഴ്സിൽ നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിൽ എത്തിക്കുന്നു. കാരണം ഓരോ സ്കില്ലനുസരിച്ചും പല പാർട്ട്നേഴ്സും പല സ്കില്ലനുസരിച്ച് അവരുടെ അൾട്ടിമേറ്റ് മാക്സിമം അവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും ഓരോ സ്കില്ലനുസരിച്ച് അവരുടെ വർക്കിലുള്ള ഡിസിഷൻ എടുക്കുന്ന അവർ തന്നെയായിരിക്കും, അല്ലേ? മറ്റ് പാർട്ട്നേഴ്സ് വർക്കിലുള്ള സ്കില്ലനുസരിച്ചുള്ള ഇതിലെടുക്കുന്ന അവരായിരിക്കും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിലൂടെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ മെറിറ്റ്സായിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് മോർ ക്യാപിറ്റലാണ്. In partnership, the capital is contributed by a number of partners. This makes it possible to raise large amount of fund which help the firm is expanding the business. More capital കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടുതലായിട്ടുള്ള മൂലധനം ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഇൻ പാർട്ട്ണർഷിപ്പ് ദ ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. ദിസ് മേക്ക് ഇറ്റ് ഈസ് പോസിബിൾ ടു റേസ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് വിച്ച് ഹെൽപ്പ് ദ ഫേം ഈസ് എക്സ്പാൻഡിങ് ദ ബിസിനസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോർ ക്യാപിറ്റൽ ഉണ്ടാവും എന്നാണ് മൂന്നാമത്തെ മെറിറ്റായിട്ട് പറയുന്നത്. കൂടുതൽ മൂലധനം ഉണ്ടാകും. പല പാർട്ട്നേഴ്സാണ് ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ആ പല പാർട്ട്നേഴ്സും അവരുടെ പോർഷൻ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഓരോരുത്തരും ഇപ്പോൾ ഒരു 3 പേരാണെങ്കിൽ 3 പേര് 100 വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ എമൗണ്ടും ഇൻക്രീസ് ചെയ്യില്ലേ? അപ്പോൾ 300 എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിലേക്ക് 3 പേര് 3 എമൗണ്ടായിട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും, അതായത് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ അഡീഷണലായിട്ട് ഒന്നുകൂടെ വികസിപ്പിച്ചെടുക്കാം.
നമ്മുടെ ചെറിയ ബിസിനസ്സാണെങ്കിൽ ചെറിയ ബിസിനസ്സിൽ നിന്ന് വലിയ ബിസിനസ്സിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് മോർ ക്യാപിറ്റൽ കൊണ്ടുള്ള മെറിറ്റ്സ് പറയുന്നത് കേട്ടോ. മോർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ മൂലധനം കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു മെറിറ്റായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ഷെയറിംഗ് ഓഫ് റിസ്ക്. ഷെയറിംഗ് ഓഫ് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷെയറിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിസ്ക് ഇൻവോൾവ്സ് ഇൻ running a partnership firm are shared by all the partners. The sharing of risk motivates partners to undertake riskier project and earn more പ്രോഫിറ്റ്. എന്താണ് പറയുന്നത്? ഷെയറിംഗ് ഓഫ് റിസ്കിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ റിസ്ക് ഷെയർ ചെയ്യുക. അതായത് ബാധ്യതകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ എന്തെങ്കിലും അൺസർട്ടിനിറ്റീസ് ഉണ്ടാവാം. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അതിനകത്തുണ്ടാകുന്ന എന്ത് തരത്തിലുള്ള റിസ്ക്കുകളാണെങ്കിലും, അതിന് പെട്ടെന്ന് ഇപ്പോൾ സ്ട്രൈക്ക് കാര്യങ്ങൾ കൊണ്ട് പ്രൊഡക്ഷൻ കുറയാം എന്തെങ്കിലും ബിസിനസ് ടൈമിലാണെങ്കിൽ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് പല റിസ്ക്കുകളും ബിസിനസ്സിലേക്ക് ബിസിനസ് മുന്നോട്ട് പോകുന്ന ഇടയിൽ പലതരത്തിലുള്ള റിസ്ക്കുകളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ റിസ്ക്കുകളെല്ലാം എന്താണ്? എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും പാർട്ട്നേഴ്സായിട്ട് ഈക്വലി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ഹൈ റിസ്ക് ഉള്ള പ്രോജക്റ്റുകൾ എടുത്തുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? മോർ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുന്നു പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ. ഷെയറിംഗ് ഓഫ് റിസ്ക്, അതായത് ഒത്തിരിയേറെ പാർട്ട്നേഴ്സ് ഉണ്ടാകുമ്പോൾ ആ പാർട്ട്നേഴ്സ് പല പാർട്ട്നേഴ്സിലേക്കും റിസ്ക് ഷെയർ ചെയ്ത് പോവുകയും റിസ്കി പ്രോജക്റ്റുകൾ അവരെടുക്കുക. റിസ്കി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും നഷ്ടസാധ്യത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതും കടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? നല്ലൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ബിസിനസ്സുകളാണ് റിസ്കി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയറിംഗ് ഓഫ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ പാർട്ട്നേഴ്സിനും ഈക്വലി ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു മെറിറ്റ് ആയിട്ടാണ് പറയുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് സീക്രസി. Partnership firm is not legally required to publish its accounts and submit its reports to different authorities. This enables the firm to maintain the secrecy of its operation. എന്താണ് പറയുന്നത്? മെയിൻ്റെനൻസ് ഓഫ് സീക്രസി മെയിൻറ്റെയിനിങ് ഓഫ് സീക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഒത്തിരി സീക്രറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിലും പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ലീഗലി ഫോം ചെയ്തത് അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും, അതായത് അക്കൗണ്ട്സും മറ്റും എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് മറ്റും വരുന്നില്ല. അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതോ ഫയൽ ചെയ്യേണ്ടതോ കാര്യങ്ങളായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സീക്രസി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ലിമിറ്റേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. എന്താണ്? ഇപ്പോൾ നമ്മൾ മെറിറ്റ് പറഞ്ഞു, അതായത് ഒത്തിരിയേറെ ഗുണങ്ങൾ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഉണ്ടെന്ന് പറഞ്ഞു, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ഒരു ലിമിറ്റേഷനും ഉണ്ടാവുമല്ലോ. എന്താണെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ദോഷവും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. The liability of all partners is unlimited. It means that the personal properties of all the partners are also liable for debts of the firm. എന്താണ് ലിമിറ്റേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. അതായത് എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പ് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിലും ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഇത്ര ലയബിലിറ്റിയാണ്, അതായത് ഒരു ബിസിനസ് നടത്തുവാണ്, ഈ മാസം 1000 രൂപയുടെ നഷ്ടമാണ് വരാമുള്ളൂ എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചെന്ന പോലെ തന്നെ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചും ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്താണ്? ആ ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്? അതായത് ലയബിലിറ്റി ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ഇസ് അൺലിമിറ്റഡ്. എല്ലാ പാർട്ട്നേഴ്സിനും നിക്ഷിപ്തമായിരിക്കും. അതായത് ബിസിനസ്സിലുണ്ടാകുന്നത് മാത്രമായിരിക്കില്ല, ആ ലയബിലിറ്റി, ആ ഡെപ്റ്റ്, ആ കടം ബാധ്യത എന്ന് പറയുന്നത് ബിസിനസ്സിനെ വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അതിന് ലയബിളായിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ദ പാർട്ട്ണർഷിപ്പ് ഫേം ഫേസസ് ദ പ്രോബ്ലം ഓഫ് ലിമിറ്റഡ് ക്യാപിറ്റൽ ആസ് ദർ ഇസ് എ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. ദിസ് റെഡ്യൂസസ് ദ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ബിയോണ്ട് ദ സെർട്ടൈൻ സൈസ്. എന്താണ്? ലിമിറ്റഡ് റിസോഴ്സസ് ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത്, അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധ്യതകൾ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് ലിമിറ്റഡ് ക്യാപിറ്റലാണ്. അപ്പോൾ
ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ, പാർട്ണർഷിപ്പിൻ്റെ കേസിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കില്ല, എക്സ്പാൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കും സാധിക്കില്ല. എന്തുകൊണ്ട് തന്നെയാണ്? ക്യാപിറ്റലിൻ്റെ മൂലധനം കൊണ്ടുവരാൻ, അതായത് 3-4 പേര് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൾക്ക് ഒരു സർട്ടൻ സൈസിന് മേളിലേക്ക്, അതായത് ലാർജ് സൈസിൽ നമ്മളൊരു ബിസിനസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് സാധിക്കില്ല. കാരണം അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇത്ര നമ്പർ എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റ് ചെയ്ത നമ്പറിൽ കൂടുതൽ ആളുകളെ നമുക്ക് ബിസിനസ്സിലേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ലിമിറ്റഡ് നമ്പറിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ കൊണ്ടുവരുന്ന മൂലധനത്തിനെന്ന് പറഞ്ഞൊരു പരിധിയുണ്ട്. ഒരു മാക്സിമം പരിധിയിൽ കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിയോണ്ട് ഒരു സർട്ടൻ സൈസിൽ നിന്ന് ബിസിനസ് മുന്നോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് സാധിക്കില്ല. അതാണ് ലിമിറ്റഡ് റിസോഴ്സസിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ പാർട്ണർഷിപ്പ് ഫേം ഈസ് ജോയിൻലി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഓൾ ദ പാർട്ട്നേഴ്സ്. ദ ഡിസിഷൻ ആർ ടേക്കൺ ജോയിൻലി ബൈ ദ പാർട്ട്നേഴ്സ്. ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഓൺ സം ഇഷ്യൂസ് മേ ലീഡ് ടു ദ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. എന്താണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, അവരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവാം. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ജോയിൻലി ഓൺ ചെയ്യുകയും മാനേജ് ചെയ്യുന്നതാണ്. പാർട്ട്നേഴ്സ് ജോയിൻലിയാണ് അതിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ദ ഡിസിഷൻസ് ആർ ടേക്കൺ ജോയിൻലി ബൈ ദ പാർട്ട്നേഴ്സ് തമ്മിലായിരിക്കും, എല്ലാവരും ഒരുമിച്ചായിരിക്കും എന്ത് കാര്യത്തിലാണെങ്കിലും ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒപ്പീനിയൻ എടുക്കുന്ന എല്ലാം പാർട്ട്നേഴ്സിനായിരിക്കും. അതുകൊണ്ട് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന പാർട്ട്നേഴ്സിനും പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ആ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 3 പാർട്ട്ണറാണ് ഉള്ളെങ്കിൽ 3 പാർട്ട്ണർക്ക് 3 അഭിപ്രായങ്ങളാണ് എങ്കിൽ ഡിസ്പ്യൂട്ടിലേക്ക് കൊണ്ടെത്തിക്കാം, കലഹത്തിലേക്ക് കൊണ്ടെത്തിക്കാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടെത്തിക്കാം. അതാണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4th വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റിയാണ്. ദ പാർട്ട്നേഴ്സ് ആൻഡ് ദ ഫേം ക്യാൻ കൺസിഡേർഡ് one and same entity in the eyes of law. Hence, the death, insanity, insolvency or imprisonment of partners may lead to the closure of business. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ, അതായത് പാർട്ട്ണർ അല്ലെങ്കിൽ ഫേം എന്ന് പറയുന്നത് വൺ ആൻഡ് സെയിം ആണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് പാർട്ട്ണർ എന്ന് പറയുന്നതും പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നതും ഒറ്റ ഒരു ഇതായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ പാർട്ട്ണർ എന്ന് പറയുന്നതും പാർട്ണർഷിപ്പ് എന്ന് പറയുന്നതും ഒറ്റ ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലൊരു വ്യക്തിക്ക് സംഭവിക്കുന്ന മരണം, അല്ലെങ്കിൽ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി സംഭവിക്കാം, അല്ലെങ്കിൽ പാപ്പരായിട്ട് പ്രഖ്യാപിക്കാം. എന്ത് തന്നെയാണ് എങ്കിലും അത് ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റീനെ, അതായത് മുന്നോട്ട് പോകുന്നതിനെ അത് ബാധിക്കും. അതായത് ഒരാൾ മരിച്ചാൽ തന്നെയും അതിനകത്ത് പാർട്ട്നേഴ്സിൻ്റെ പാർട്ട്ണർഷിപ്പിൽ റേഷ്യോ പ്രോഫിറ്റ് ആണെങ്കിലും വീതം വയ്ക്കുന്ന റേഷ്യോയിൽ വ്യത്യാസം വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പറയുന്ന ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയും. ഇപ്പോൾ ഒരു പാർട്ട്ണർ മരിച്ചാൽ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്, അതുപോലെ റിസ്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ആ റേഷ്യോ എന്ന് ആദ്യം തൊട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നതൊക്കെ വ്യത്യാസപ്പെടും. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് ആണ്. ദ പബ്ലിക് ഹാസ് ലെസ് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം ആസ് ദ അക്കൗണ്ട് ആൻഡ് ആനുവൽ റിപ്പോർട്ട് ആർ നോട്ട് പബ്ലിഷ്ഡ്. ആസ് എ റിസൾട്ട് ദ കോൺഫിഡൻസ് ഓഫ് ദ പബ്ലിക് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ജനറലി ലോ. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഫോം ചെയ്തിട്ടുള്ളതല്ല, ആനുവൽ റിപ്പോർട്ട്സോ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്യേണ്ടതല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഇടയിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചൊരു വിശ്വാസക്കുറവ് ഉണ്ടായിരിക്കും. കാരണം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിട്ട് പബ്ലിക്കിന് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസ്യത എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് കുറവായിരിക്കും പബ്ലിക്കിൻ്റെ ഇടയിൽ. അടുത്തത് എന്ന് പറയുന്നത് നോൺ
transferability of interest. No partner can transfer his share in the partnership to any other person. The transfer of interest is permissible only with the consent of all other partners. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു പാർട്ണറിന് പകരം വേറൊരു പാർട്ണറെ ആ പാർട്ണർക്ക് നിയോഗിക്കാനായിട്ട് സാധിക്കില്ല. എന്താണ്? മറ്റ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ പുതിയൊരു ആളെ ആ പാർട്ണർക്ക് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അതെന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് പുതിയൊരു പാർട്ണർ അല്ലെങ്കിൽ പുതിയൊരാളെ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരുമെങ്കിലും അതുപോലെ തന്നെ എന്ത് ഡിസിഷനാണെങ്കിലും എടുക്കണമെങ്കിൽ ഒരു പാർട്ട്ണർക്ക് തന്നെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ആയിട്ട്, പാർട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സുമാണ്. ഇതിനകത്ത് ആ പോയിൻറ്റ്സുകൾ, അതായത് നമ്മൾ ഒരു ആൻസർ ചെയ്യുമ്പോൾ ആ പോയിൻറ്റ്സുകൾക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതുന്നതിൽ ഇത്തിരി വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ആ പോയിൻറ്റുകൾ കറക്റ്റായിട്ട് പഠിച്ച് എഴുതാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് എന്തെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.